ഇന്ന് ഏപ്രിൽ 4, 2025 വെള്ളിയാഴ്ച. നമ്മൾ ആക്ഷൻ ഏരിയകളെ കുറിച്ച് കൺസീൽഡ് ആക്ഷൻ, റിവീൽഡ് ആക്ഷൻ, സോഫ്റ്റ് ആക്ഷൻ, ഫാസ്റ്റ് ആക്ഷൻ, റാപ്പിഡ് ആക്ഷൻ, റൈറ്റ്, ഇമ്മീഡിയറ്റ് ആക്ഷൻസ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ എന്താ പറയാ, ഇമ്പാക്ട്ഫുൾ ആക്ഷൻസ്, അതുപോലെ തന്നെ ഓരോ പാസീവ് ആൻഡ് ആക്റ്റീവ് ആക്ഷൻസ്, പിന്നെ ആക്ഷനുകളുടെ വിവിധ ഏരിയകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആക്ഷൻ എനേബിളിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ 5-8 സെഷനുകളിൽ സംസാരിച്ചത്. നമ്മളുടെ റിസൾട്ട് ആക്ഷൻ ഓറിയന്റഡ്. നമ്മൾ പറയാറുണ്ട്, ലെറ്റ് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. ശബ്ദത്തെക്കാൾ കൂടുതൽ പ്രവൃത്തി സംസാരിക്കട്ടെ, വാക്കുകളെക്കാൾ കൂടുതൽ പ്രവൃത്തികൾ സംസാരിക്കട്ടെ എന്ന് പറയും. അത് വളരെ വലിയൊരു ഘടകമാണ്. ഏത് ആക്ഷനുടെയും റിസൾട്ട് നേരത്തെ ന്യൂട്ടന്റെ തിയറി പറഞ്ഞതുപോലെ നമ്മളെ ഈച്ച് ആൻഡ് ഓപ്പോസിറ്റ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ആക്ഷൻ്റെതാണ് റിയാക്ഷൻ. എല്ലാ ആക്ഷനുകൾക്കും റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫിലിം രംഗത്തുള്ള ഒരാളുടെ ഇന്റർവ്യൂവിൽ പറയുന്നത്, ഒരു കോമഡി പറയുന്ന സമയത്ത് ആ കോമഡി ജനങ്ങൾ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് മുഖം നോക്കിയിട്ടാണ് ആ കോമഡി വർക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളവർ ആ ആക്ഷൻ, അവരിട്ട ആ കോമഡി ആക്ഷനിൽ പബ്ലിക്കിന്റെ റിയാക്ഷനാണ് നോക്കുക. പുള്ളി പറയുന്നുണ്ട്, കോമഡി ഷോകൾ സ്റ്റേജിൽ നടത്തുന്നതിനെ പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻസ് കിട്ടും, നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ആളുകളെ ചിരിപ്പിക്കാം. പക്ഷെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് സെറ്റിലെ ആളുകളുടെ റിയാക്ഷനാണ് നോക്കുക. അത് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ഓഡിയൻസിൻ്റെ അടുത്ത് തന്നെ ചിലപ്പോൾ പടരാതിരിക്കുകയും ആ ഫിലിം ഫെയിലിയർ ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയാണ് അത്. ഞാനതൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആക്ഷനും റിയാക്ഷനും എല്ലാറ്റിനും ഉണ്ട്. അപ്പോൾ ഇത് കൺസീൽഡ് ഇമ്പാക്റ്റുകളും റിവീൽഡ് ഇമ്പാക്റ്റുകളും ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീകളടുത്ത് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ കാണെ കേൾക്കെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുമോ, അല്ലെങ്കിൽ അവർക്ക് നല്ലതല്ലാന്ന് തോന്നുന്ന രൂപത്തിൽ നല്ല കാര്യം സംസാരിച്ചാലും ജസ്റ്റിഫൈഡ് ആയിട്ട് സംസാരിച്ചാൽ പോലും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അങ്ങനെ അവരുടെ റിയാക്റ്റീവ് മോഡ് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് കൺസീൽഡ് ആക്ഷൻ അല്ല, അത് റിവീൽഡ് ആയിരിക്കും ആക്ഷൻ, അത് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകും. പലപ്പോഴും പല ഭർത്താക്കന്മാരും സൗണ്ട്ലെസ് ആയി പോകുന്നത് 90% കാണാൻ സാധിക്കാറുണ്ട്. സൗണ്ട്ലെസ് ആയി പോകുന്ന ഭർത്താക്കന്മാർ. അതിന്റെ ബേസിക് റീസൺ, ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും. അത് നേച്ചുറലി ഫെമിനിൻ ഹോർമോൺ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഫീമെയിലുകൾക്കുള്ള ഒരു ജനറൽ ജനറ്റിക്കൽ സംഭവമാണ്. അപ്പൊ അത് കൂടുതൽ ഒരു പക്ഷേ ഏറ്റവും അധികം സ്നേഹിക്കുക, ഏറ്റവും അധികം ഇഷ്ടപ്പെടുക ചെയ്യുന്ന ഭാര്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വാക്കുകളും ഭർത്താവിനെ മെന്റലി ഡാമേജ് ആക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു വാക്ക് വരുന്നതാണ് തടയുന്നതാണ് ശരിക്കും പലപ്പോഴും ഭർത്താക്കന്മാർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡാമേജ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവരത് പിന്നെ അവർ മിണ്ടാതാവുന്നതും പറയുന്നതിനോടൊന്നും തിരിച്ചു പറയാതിരിക്കുന്നതും, എന്തെങ്കിലും തിരിച്ചു പറയുമെന്ന് വിചാരിച്ച് പറയേണ്ട കാര്യം പോലും പറയാതിരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ പക്ഷേ ഇത് കേൾക്കുന്ന സ്ത്രീകൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നോടൊന്നും പറയാറില്ല, എന്നോട് മിണ്ടാറില്ല, എന്നോട് ഇപ്പോൾ തീരെ മിണ്ടാതായി, എന്നോട് തീരെ പറയാതായി, എന്നോട് തീരെ സംസാരിക്കാറില്ല. ഇപ്പം ഇതിനൊക്കെ പകരം വേറെ ആരോടോ ഉണ്ടാവും. ഡെഫിനറ്റ് ആണ്, ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടാവും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനത് അങ്ങനെ പറയാൻ കാരണം, എത്രയോ ആളുകൾ കൗൺസിലിംഗ് കഴിയുമ്പോൾ സംസാരിക്കാൻ വേണ്ടി അവർ ചിരി ക്ലബ്ബുകളിലും അതേപോലെ സംസാരിക്കുന്ന സ്ഥലങ്ങളിലും പല ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്തും ഷോപ്പുകളിലൊക്കെ ഇരുന്നും വേറെ ആരുടെയും കൂടെ പോയും എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊക്കെ, ഐ മീൻ എക്സ്ട്രാ മെരിറ്റഡ് അല്ല, നോർമൽ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്തി എവിടെയെങ്കിലുമൊക്കെ പോയി സംസാരങ്ങളും പ്രോഗ്രാമുകളൊക്കെ കേട്ടും അറ്റൻഡ് ചെയ്തും അതൊക്കെ ഇഷ്ടമുള്ള ആളുകൾ തന്നെയായിരിക്കും. കൂടെ ജീവിതത്തിന്റെ ഒരു മടുപ്പ് ഈ റിയാക്റ്റീവ് മോഡിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട ഒരു റിയലൈസേഷൻ, നാച്ചുറലി റിയാക്ട് ചെയ്യുന്ന ഒരു പ്രവണത സ്ത്രീകൾക്ക് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഗുണം ചെയ്യാതിരിക്കും. അപ്പം എപ്പോഴും റിയാക്ട് ചെയ്യുന്നത് കുറച്ച് ടൈം എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. സ്ത്രീകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളും പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടതില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഏറ്റവും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലം അവനവൻ്റേതെന്ന് തോന്നുന്നിടത്തായിരിക്കും നമ്മൾ
അവിടെയാണ് റിയാക്ട് ചെയ്യാതിരിക്കേണ്ടത്. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുകയും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ പോകുന്നതും ഏറ്റവും അധികം സന്തോഷം കണ്ടെത്തേണ്ട സ്ഥലം അവനവൻ്റേത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഗീവ് യു ടൈം, ഐ വിൽ റിയാക്ട് ചെയ്യൂ, ഐ വിൽ റെസ്പോണ്ട് ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞ് ഹോൾഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. പക്ഷെ അത് ചെയ്യാൻ സാധിക്കാറില്ല. അത് ചെയ്യാൻ സാധിച്ചാൽ വിജയിക്കും. പക്ഷെ പബ്ലിക്കായുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ആളുകൾ നമ്മളെ പ്രയാസപ്പെടുത്തിയാൽ ആ സമയത്ത് റിയാക്ട് ചെയ്യാതെ മൂടി വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് എന്ത് വിചാരിക്കുന്നല്ല. ആ സമയത്ത് റിയാക്ട് ചെയ്യേണ്ടത് വളരെ പെട്ടെന്നാണ്. അവിടെ റിയാക്ട് ചെയ്യുന്ന സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. അപ്പം ഇത് വളരെ കുറഞ്ഞ സ്ത്രീകളാണ് ഇത് മാനേജ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് എതിരെയുള്ള അക്രമങ്ങളിൽ റിയാക്ട് ചെയ്യേണ്ട ചില സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ റിയാക്ട് ചെയ്യാനും പറ്റില്ല കേട്ടോ. അതൊക്കെ കണ്ടു നോക്കിയിട്ടൊക്കെയാണ്. അപ്പം അവിടെ നമ്മൾ റിയാക്ഷൻ എവിടേക്ക് വേണം, എവിടേക്ക് നോൺ റിയാക്റ്റീവ് ആയിരിക്കണം, എവിടേക്ക് ആയിരിക്കണം വളരെ ലേറ്റ് റിയാക്ഷൻ ഉണ്ടാവേണ്ടത്. അപ്പം ആക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ് റിയാക്ഷൻ ഉണ്ടാവേണ്ടത് എന്നുള്ളത് നോക്കും. അപ്പം ഇത് കണ്ടെത്തിയാൽ മാത്രം ആണ് നമ്മൾ വിജയിക്കുക. അപ്പം ഇത് ഈ തർക്കുത്തരം എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ തർക്കുത്തരം തഗ് ലൈഫ് എന്നൊക്കെ കേട്ടില്ലേ കുട്ടികൾ പുതുതായിട്ട് പറയുന്ന, ഇതൊക്കെ തർക്കുത്തരത്തിന്റെ പാർട്ടാണ്. അത് വലിയ വെള്ള പൂശിയിട്ട് അതിനെ തഗ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി ഭയങ്കര വൈറ്റ് വാഷ് ചെയ്ത് നടക്കുന്നുണ്ട് ആളുകൾ. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. അത് ജനറേഷൻ ഗ്യാപ്പാണ്, ന്യൂ ജനറേഷനാണ്, മോഡേൺ. അതിൽ അങ്ങനെയുള്ള പറയലൊന്നും വലിയ അർത്ഥവും വലിയ ബുദ്ധിയും വലിയ സ്റ്റാൻഡേർഡൊന്നും അല്ല. അതൊക്കെ വളരെ മോശം തന്നെയാണ്. മോശം ഒരിക്കലും വെളുത്ത് പെയിന്റ് അടിച്ചതുകൊണ്ട് നന്നാവണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ തർക്കുത്തരങ്ങൾ എന്തിനും ആരോടും നോക്കാതെ ആളെയും തരവും നോക്കാതെ റിയാക്ട് ചെയ്യുന്ന വളരെ ഡേർട്ടി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ധാരാളമായിട്ട് റേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും ചില അത്തരം സന്ദർഭങ്ങളിൽ നിന്നൊക്കെയാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ പ്രാക്ടീസ് ചെയ്യുന്നതിന് തടയുന്നില്ല. അതിൻ്റെ അത്ര തമാശ കണ്ടെത്തി ആ തമാശ എൻജോയ് ചെയ്തിങ്ങനെ ആളുകൾ മുന്നോട്ട് പോകണം. ബട്ട് ആക്ച്വലി ഈ ഒരു മെയിൻ്റനൻസ് സംഭവിക്കുന്നത്, ഈ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഒരു പക്ഷേ ഇത് വല്ലാണ്ട് വർക്ക് ചെയ്യില്ല. അത് വലിയ നഷ്ടം ഉണ്ടാക്കും അവർക്ക്. ജോബിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടുന്നിടത്ത് ഇന്റർവ്യൂവിൽ അപകടം ഉണ്ടാക്കുന്നതോ. കാരണം ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞാൽ അസസ്മെന്റ് സെന്ററാണ്. അസസ്മെന്റ് സെന്ററിനകത്ത് ഇതൊക്കെ അസസ് ചെയ്യപ്പെടും. എല്ലാ വായ തുറന്നാൽ അസസ് ചെയ്യും, നോക്കിയാൽ അസസ് ചെയ്യും, മുഖം അസസ് ചെയ്യും, ബോഡി ലാംഗ്വേജ് അസസ് ചെയ്യും, ഇരിക്കുന്നത് അസസ് ചെയ്യും, പോസ്റ്റർ അസസ് ചെയ്യും. എല്ലാം അസസ് ചെയ്യുന്ന സ്ഥലം ഈ ജോബിനൊക്കെ പോകുന്ന സ്ഥലത്ത് ഇന്റർവ്യൂകളിലൊക്കെ അസസ് ചെയ്യപ്പെടും. അത് കൂടാതെ തന്നെയുള്ള ചോദ്യത്തിനകത്ത് തന്നെ 1, 2, 3 ഒരു ചോദ്യത്തിന് 3 അസസ്മെന്റും 5 അസസ്മെന്റും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ ടൈപ്പ് ഓഫ് സൈക്കോമെട്രിക് അസസ്മെന്റുകൾ ചില ആക്ടിവിറ്റി അവരുടെ മുമ്പിൽ ചെയ്യാനുള്ളത്, ചില ചോദ്യത്തിന് ഉത്തരം ഏത് രൂപത്തിൽ ആദ്യം റിയാക്ട് ചെയ്ത് നോക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ റിയാക്ഷൻ ഓറിയന്റഡ് ആയിട്ട് അസസ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ തർക്കുത്തരം എന്ന് പറയുന്ന സാധനം വലിയൊരു സ്റ്റാൻഡേർഡ് ഉള്ള സംഭവമൊന്നുമല്ല. ലോകത്ത് വിജയിച്ച ആളുകൾക്കൊന്നും തർക്കുത്തരം ഉണ്ടാവാറില്ല. അപ്പം അത്തരക്കാരടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ രസകരമായിട്ട് പറഞ്ഞ് സാന്ദർഭികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഈ പറയുന്ന വിജയിച്ച ആളുകളൊക്കെ, അങ്ങനെ തർക്കുത്തരം പത്രക്കാരോട് പറയുന്ന ആളുകൾ പോലും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും വളരെ സ്മിതഭാഷികളും ശാന്തരും പെട്ടെന്ന് ഉത്തരം പറയാത്തവരൊക്കെ ആയിരിക്കും. അതൊക്കെ നിങ്ങൾ വിജയിച്ച ആളുകളുടെ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ റിയാക്ട് ചെയ്യണമെന്നും എല്ലായിടത്തും ഒരുപോലെ ഉത്തരങ്ങൾ പറയണമെന്നും എന്നൊന്നും സയൻസ് ഇല്ല. അങ്ങനെയൊന്നും ലൈഫില്ല. ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ എവിടെ സക്സസ്ഫുൾ ആവണം, എവിടെ സർവൈവ് ചെയ്യണം, എവിടെ സസ്റ്റെയിൻ ചെയ്യണം, എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, എവിടെ നിലനിൽക്കണം, എവിടെ ഗ്രോ ചെയ്യണം, എവിടെയാണ് നമ്മുടെ ഗ്രോത്ത് നിലനിൽക്കുന്നത്, നമ്മൾ ഗ്രോ ചെയ്യേണ്ട ഏരിയ എവിടെയാണ്, ഏത് സ്ഥലത്ത് നമ്മളുടെ നീഡുണ്ട്, എവിടെയാണ് നമ്മൾ എപ്പോഴും ഒരു സാന്നിധ്യം ഉറപ്പാക്കേണ്ടത്, ഇത് ഞാൻ ചെയ്താൽ ഇറസ്പോൺസിബിൾ ആവുമോ ഇല്ല, ഇങ്ങനെയുള്ള കുറേ തോട്ട്സുകളിൽ ബേസ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആക്ഷൻ്റെ ഓപ്പോസിറ്റാണ് റിയാക്ഷൻ എന്നുള്ളത് കൊണ്ടും, അത് ഓപ്പോസിറ്റ് മാത്രമല്ല അവിടെ റിയാക്ഷൻ ഉണ്ട് എന്നുള്ള സയൻസ് നിലനിൽക്കുന്നത് കൊണ്ടും നമ്മൾ എല്ലാ തരത്തിലുള്ള റിയാക്ഷൻ, ചില ആളുകൾ ചിരിച്ചു നമുക്ക് തമാശ പറഞ്ഞത് ചിരിപ്പിക്കാനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ചിരിക്കേണ്ട ആ ഒരു അവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി. ചിരിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ നമ്മുടെ ബോഡി നടക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ശരീരം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മനസ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യണം. എന്ത് ദുഃഖമാണ്, എന്ത് സങ്കടമാണ്, എന്ത് ഹോർമോൺ സെക്രീഷൻ്റെ കുറവാണ്, ഏത് രൂപത്തിലുള്ള എമോഷണൽ ഗ്രോത്ത് ആണ് നമ്മളെ തടയുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. എന്തായിരുന്നാലും നമ്മളെ ആക്ഷനുകളുടെ ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വമ്പിച്ച വിജയത്തിലേക്ക് പോകും. സോ ലെറ്റ് us find a beautiful action oriented person as well as the reaction oriented person. Wishing you all the very best and have a great day. God bless. Thank you so much. Love you all. Bye bye. Bye for now.